എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ജയന്റ് ടോയ്സ് അവറ്റകളാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ നോക്കി അങ്ങനെ നടന്നു വരികയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്താ പറയണ്ടേ ചെയ്യണ്ടേന്ന് അറിയില്ല. കുതിരയാണെങ്കിൽ അതിനെ കണ്ട് പേടിച്ച് മുൻപോട്ടേക്ക് പോവാതെ അങ്ങനെ ഉറച്ചു നിൽക്കും. ആ പോയ്ക്കിടയിൽ നിന്ന് അതുപോലുള്ള ടോയ്സുകൾ ഒന്നൊന്നായി അവർക്ക് നേരെ നടന്നു വരികയാണ്. സുന്ദരം പൈലറ്റാണെങ്കിൽ ധൈര്യം സംഭരിക്കും. അതിനുശേഷം ആ കുതിരയെ കൺവിൻസ് ചെയ്യും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്ത് വന്നാലും നമുക്ക് ഫേസ് ചെയ്യാം. അവറ്റകൾ വെറും ടോയ്സ് ആണെന്ന് പറഞ്ഞ് അതിനെ കൺവിൻസ് ചെയ്ത് മുൻപോട്ടേക്ക് പോകും. അടുത്ത നിമിഷം അതിലൊരു ജയന്റ് ടോയ് അതാണെങ്കിൽ ഇപ്പൊ താഴേക്ക് വീഴാണ്. അത് കണ്ട് ചുന്ദരം പൈലറ്റ് പൊട്ടിച്ചിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ വെറും ഷോ ഓഫ് ആണ്, ഇതിനൊന്നും എഴുന്നേറ്റ് നിൽക്കാൻ പോലുള്ള ജീവനില്ല. അടുത്ത നിമിഷം ആ ജയന്റ് ടോയ് അതാണെങ്കിൽ 4 കാല് വെച്ച് സ്പൈഡർ വരും പോലെ അങ്ങനെ ചീറി പാഞ്ഞു വന്ന് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അതിന്റെ അറ്റാക്കിൽ നിന്ന് ജസ്റ്റ് മിസ്സിന് നമ്മുടെ ആൾക്കാർ രക്ഷപ്പെടുകയാണ്. ഇതാ ഇവിടെ നമ്മുടെ സോറോ അവനാണെങ്കിൽ ആ പിക്കെ ഇപ്പൊ പറന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിക്കയ്ക്കാണെങ്കിൽ അവരോട് ഏറ്റുമുട്ടാനുള്ള പവറൊന്നും ഇപ്പൊ ഇല്ല. പിക്കയാണെങ്കിൽ വീക്ക് ആണെന്ന് സമ്മതിച്ച് കൊടുക്കില്ല. സോറോ ആണെങ്കിൽ അതിനോട് പറയും, ഇത്രയും വീക്കായ നീയാണോ? പക്ഷെ ലൂഫിയെ അവനെ തോൽപ്പിക്കാനായിട്ട് അവനോട് ഫൈറ്റ് ചെയ്യാൻ പോന്നേ, നിന്നെ കൊണ്ട് എന്നെ പോലും മര്യാദയ്ക്ക് ചെയ്ത് റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കും. അത് കേട്ട പിക്ക അവന്റെ കൈയും കാലും ഒക്കെ സ്റ്റോണാക്കി മാറ്റി അങ്ങനെ അട്ടിക്കാനായിട്ട് ആഞ്ഞു വരും. പക്ഷെ അടുത്ത നിമിഷം സോറോ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അങ്ങനെ വെട്ടി തിരിഞ്ഞു വന്ന് അവന്റെ കൈ നെടുകെ അങ്ങനെ വെട്ടി പൊളക്കുകയാണ്. പിക്കാണെങ്കിൽ അതുകൂടെ ആവുമ്പോ പേടി കൂടും. അവൻ ഞൊടിയടയിൽ അവന്റെ ബോഡി മുഴുവൻ കല്ലാക്കി മാറ്റി റിയൽ ബോഡി ആയിട്ട് മറ്റൊരു ഡയറക്ഷനിലേക്ക് രക്ഷപ്പെടുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാർ ഫ്ലൈ ചെയ്ത് വരുന്നത്. സോറോ കാണാം, നിങ്ങൾക്ക് എന്തു പറ്റി, നിങ്ങളിപ്പോ ഫ്ലൈ ചെയ്ത് ഇതെവിടേക്കാ? അതിന് പച്ചത്തലയനാണെങ്കിൽ വിളിച്ചു പറയും, മാസ്റ്റർ സോറോ, ഞങ്ങള് ലൂഫിയുടെ അടുത്തേക്ക് പോവാണ്, എനിക്ക് നിങ്ങളുടെയും ഒരു ഓട്ടോഗ്രാഫ് വേണം, അത് ഞാൻ തിരികെ വന്ന് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ഫ്ലൈ ചെയ്യും. റബേക്ക ആണെങ്കിൽ ദൂരത്തായിട്ട് ആ പിക്കയെ കണ്ട് ഷോക്കാവും. റബേക്ക റോബിനോട് പറയും, ഇവൻ ആ ഡോഫ്ലമിംഗോയുടെ ടീമിലെ മെയിൻ എക്സിക്യൂട്ടീവില് ഒരു മെമ്പറാണ്, അവൻ നമ്മളെ കണ്ട തീർച്ചയായിട്ടും അറ്റാക്ക് ചെയ്യും. റോബിനാണെങ്കിൽ സോറോയോട് ഇപ്പൊ ആ കാര്യം തുറന്നു പറഞ്ഞ് ആ പിക്കയെ തടയാനായിട്ട് പറയും. ആരും പിടികിട്ടിയ പിക്കയാണെങ്കിൽ ഇപ്പൊ ഞൊടിയടയിൽ പകുതി തകർന്ന ആ ഒരു ശിലയിലേക്ക് വീണ്ടും വരും. എന്നിട്ട് ഞൊടിയടയിൽ കൈ നീട്ടി അവർ ഇടിക്കാനായിട്ട് പാഞ്ഞടുക്കുകയാണ്. റബേക്ക ആണെങ്കിൽ ഇപ്പൊ പച്ചത്തലയനോട് ദേഷ്യപ്പെട്ട് പറയും, നീ അത് കാണുന്നില്ലേ, അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്, നിന്റെ ബാരിയർ പവർ അത് ക്രിയേറ്റ് ചെയ്യും. അതിനവൻ പറയും, ഞാൻ നിന്നെ പോലെ തൂങ്ങി കിടക്കുകയാണ്, നീ ഇത്ര നേരമായിട്ടും അത് കണ്ടില്ലായിരുന്നോ? എനിക്ക് എന്റെ കൈ അത് ക്രോസ് ചെയ്താൽ മാത്രമേ ബാരിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. മാത്രമല്ല അവന് ഭയങ്കര പവറാണ്, എന്റെ ബാരിയർ അവന്റെ ഈ പഞ്ചിനൊന്നും റെസിസ്റ്റ് ചെയ്യില്ല. സോറയ്ക്ക് കൺട്രോൾ പോയി. അവന്റെ 3 സ്ക്വാഡും എടുത്ത് ചാടി വന്നൊരൊറ്റ വെട്ട്. ആ ഒരു വെട്ടില് വില്ലന്റെ കൈ മാത്രമല്ല അവന്റെ ബോഡി അടക്കം ഇപ്പോ തകർന്ന് താഴേക്ക് വീഴുകയാണ്. പിക്കയുടെ റിയൽ ബോഡിയിൽ അറ്റാക്ക് വീണ് ചോര തുളുമ്പി നിൽക്കുകയാണ്. അതിന് സോറോ പറയും, ട്രോഹാർ ലൂഫിയുടെ ടീമില് ആ ഉസോപ്പ് മാത്രമല്ല മെമ്പർ, ഞാനും അവന്റെ ടീമിലെ ഒരു മെമ്പറാണ്, ഇന്നല്ലെങ്കിൽ നാളെ വേൾഡിലെ തന്നെ നമ്പർ 1 സ്ക്വാഡ്സ്മാൻ അത് ഞാനാവെന്ന് പറയും. അത് കേട്ട് പിക്ക അവൻ അങ്ങനെ പേടിച്ച് താഴേക്ക് വീഴും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ സ്മൈൽ ഫാക്ടറി കാണിക്കും. ലിറ്റിൽ പീപ്പിൾസ് എല്ലാവരും ആ സെക്യൂരിറ്റീസിനെ തല്ലി കൊല്ലുകയാണ്. ടപ്പാപ്പനാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ഏതെങ്കിലും കോർണറിൽ പ്രിൻസസ് ഉണ്ടോന്നറിയാൻ അവിടെ മുഴുവൻ കയറി ഇറങ്ങി നടക്കും. അതുകൊണ്ട് വേറൊരുത്തും വിളിച്ചു പറയും, നിങ്ങൾ അവിടെയൊന്നും അന്വേഷിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, ഈ ഫ്ലോറിൽ പ്രിൻസസ് ഇല്ല. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പോ ഫാക്ടറിയിലെ കൺട്രോൾ റൂം കാണിക്കും. അവിടെയാണെങ്കിൽ ആരോ ക്യാഷ്വലായിട്ട് സ്നാക്സ് ഒക്കെ കഴിച്ച് ലിറ്റിൽ പീപ്പിൾ അവരുടെ ജോലിയൊക്കെ നോക്കി നിൽക്കുകയാണ്. ഉടനെ ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ ഓടി വന്ന് അവരോട് പറയും, മാഡം എത്രയും വേഗം അവിടേക്ക് വരണം. ആ ലിറ്റിൽ പീപ്പിൾസ് ആണെങ്കിൽ വളരെ വിയേർഡായിട്ടാണ് ഇപ്പൊ പെരുമാറുന്നത്, ഞങ്ങളെ കൊണ്ട് അവരെ കൺട്രോൾ ചെയ്യാനാവുന്നില്ല. അത് കേട്ട് ഗുണ്ടുമണി ആന്റി അവരങ്ങനെ ചാടി എഴുന്നേറ്റ് വാക്കം ക്ലീനർ പോലെ എന്തോ ഒന്ന് കയ്യിലെടുത്ത് ആ കപ്പ് അതെറിഞ്ഞു പൊട്ടിച്ച് നടന്നു പോവാണ്. അവരുടെ വയറ്റില് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് വീണ്ടും ആ ലിറ്റിൽ പീപ്പിൾസിനെ കാണിക്കും. അവരാണെങ്കിൽ അവിടെയുള്ള സെക്യൂരിറ്റീസിനെ തല്ലി കൊല്ലുകയാണ്. സെക്യൂരിറ്റീസ് ഗണ്ണൊക്കെ വെച്ച് അവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അതിനവരാണെങ്കിൽ കയ്യിൽ കിട്ടിയ സ്പൂണൊക്കെ വെച്ച് ആ ഗണ്ണ് അടിച്ച് തെറിപ്പിക്കും. ഉടനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ട ആ ഒരു സെക്യൂരിറ്റി അവനാണെങ്കിൽ ഇപ്പൊ അവരോടൊന്ന് പറയും, നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ പ്രിൻസസിനോട് യാതൊരു സ്നേഹവും ഇല്ലല്ലേ? അവർ ഇത്രയും കഷ്ടപ്പെടുമ്പോ നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ഫൈറ്റ് ഒക്കെ ചെയ്ത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രിൻസസ് അവള് സുഖമില്ലാതെ ഇവിടെ കിടന്ന് മരിക്കും. അത് കേൾക്കേണ്ട താമസം. അത്രയും നേരവും ദേഷ്യപ്പെട്ട് ഫൈറ്റ് ചെയ്ത ലിറ്റിൽ പീപ്പിൾസ് അവരാണെങ്കിൽ തല താഴ്ത്തി നിൽക്കുകയാണ്. ഓ മൈ ഗോഡ്, നമ്മൾ തെറ്റ് ചെയ്തോ? ഉടനെ ആ ലിറ്റിൽ പീപ്പിളിലെ വേറൊരുത്തൻ അവനാണെങ്കിൽ ഇപ്പോ സാഡ് ആയിട്ട് നിൽക്കുന്ന അവരുടെ ചെവിയിലോ ഒന്ന് പറയും, നമ്മളെ പറ്റിക്കാൻ നോക്കുകയാണ്, അത് വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ
അവരുടെ ചെവി അതെന്തൊക്കെയോ ഉപയോഗിച്ച് ഇപ്പൊ അടച്ചു വെക്കുകയാണ്. അവരോടി വന്ന് ഇപ്പോ ആ സെക്യൂരിറ്റിനെ കാല് പിടിച്ച് വലിക്കും. നീ വീണ്ടും വീണ്ടും ഞങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണല്ലേ, നീ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവനെ കാലെ തൂക്കി നിലത്തൊരു ഒറ്റയാട്ടി. ആ സെക്യൂരിറ്റീസിന് മനസ്സിലാവും ഇനി പിടിച്ചു നിൽക്കാനാവില്ല. എത്രയും വേഗം ഈ കാര്യം അത് ഡോഫ്ലമിംഗോയെ അറിയിക്കണമെന്ന് പറഞ്ഞ് അവരിപ്പോ സ്നെയിൽ എടുക്കും. ഇതിലൊരുത്തൻ ചാടി വന്ന് ആ സ്നെയില് അത് തട്ടിയെടുക്കുകയാണ്. അവൻ ബാക്കിയുള്ള ലിറ്റിൽ പീപ്പിളിനോട് പറയും, എത്രയും വേഗം ഇവിടെയുള്ള സ്നെയിൽസ് അതെല്ലാം തന്നെ നമ്മൾ കളക്ട് ചെയ്യണം. ഒരു കാരണവശാലും ഇവിടുന്ന് ഒരു ഇൻഫർമേഷനും പുറത്തു പോകാൻ പാടില്ല. അവര് ഞൊട്ടിയിടയില് അവിടെയുള്ള സ്നെയില് അതെല്ലാം തന്നെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുകയാണ്. ആ അപ്പാപ്പൻ ആളിപ്പോഴാവും തിരിച്ചറിയുക അവരുടെ പ്രിൻസസിന് യാതൊരു കുഴപ്പമില്ല എന്ന്. ഇത്രയും കാലവും അവരെ പറ്റിച്ചാണ് ഈ ദുഷ്ടന്മാര് അവരെ ഇവിടെ ജോലി ചെയ്യിപ്പിച്ചതെന്ന്. ലിറ്റിൽ പീപ്പിൾ ആണെങ്കിൽ ഇപ്പൊ എങ്ങനെയെങ്കിലും ആ ഡോർ തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി അവർ ഓരോ പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യും. അപ്പാപ്പനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കുകയാണോ? എത്രയും വേഗം നമ്മുടെ പ്രിൻസസിനെ അവളെ കണ്ടുപിടിക്കണം. അവളിവിടെ എവിടെയോ ഒറ്റപ്പെട്ട് നമ്മളെ കാണാതെ അവൾ വിഷമിക്കുന്നുണ്ടാവും പറഞ്ഞ് അപ്പാപ്പനാണെങ്കിൽ ഇപ്പൊ ഉഷാറായിട്ട് ചാടി ഓടും. അപ്പാപ്പന്റെ എടുത്തുചാട്ടം കണ്ട് കുറച്ചുപേരെ അദ്ദേഹത്തെ പിടിച്ചു വെക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവരെ എല്ലാവരെയും അപ്പാപ്പൻ തട്ടി താഴെയിട്ട് ഒരു കൂസലും ഇല്ലാതെ ചിന്തയില്ലാതെ മുൻപോട്ടേക്ക് കുതിക്കുകയാണ്. ഉടനെ ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ അപ്പൂപ്പനെ പാസ് ചെയ്ത് പോവും. പക്ഷെ അവരാണെങ്കിൽ അപ്പൂപ്പനെ ശ്രദ്ധിക്കില്ല. അപ്പൂപ്പനാണെങ്കിൽ യാതൊരു കൂസലും ഇല്ലാതെ ഒരു ഡോറിന് മുൻപിലേക്ക് വരികയാണ്. അത് ഐസൊലേഷൻ വാർഡാണ്. നോ എൻട്രി ബോർഡൊക്കെ അതിന്റെ മുൻപില് അപ്പാപ്പൻ കാണും. അപ്പൂപ്പൻ പറയും, തീർച്ചയായിട്ടും പ്രിൻസസ് അവൾ ഇതിന്റെ ഉള്ളിൽ തന്നെ കാണും. ഈ ഡോർ തകർത്ത് അവളെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പൂപ്പനാണെങ്കിൽ ആ ഡോറിന് മുകളിലേക്ക് നോക്കും. അതില് പ്രിൻസസിന്റെ പേര് കാണും. ഇനി ഒന്നും നോക്കാനില്ല, അവരിവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഡോറിനടുത്തേക്ക് ഓടി അടുക്കുകയാണ്. ഉടനെ കൂടെയുള്ള ബാക്കിയുള്ളവരാണെങ്കിൽ അപ്പൂപ്പനെ പിടിച്ചു നിർത്തി ആ ഡോറിന് മുൻപിലെ ബോർഡ് കാണിക്കും, കീപ് ഔട്ട്. പക്ഷെ അപ്പാപ്പനാണെങ്കിൽ സഡൻ ബ്രേക്ക് ഇടാനായിട്ട് കഴിയില്ല. ആളങ്ങനെ തെറിച്ചു പോയി ആ ഡോറിലിടിച്ച് ആ ഡോർ ഓപ്പൺ ആവുകയാണ്. ബാക്കിയുള്ളവരാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, യു ആർ അൺബിലീവബിൾ. കീപ് ഔട്ട് എന്ന് ബോർഡ് കണ്ടിട്ടും നിങ്ങൾക്ക് എങ്ങനെ ആ ഡോർ തുറക്കാൻ തോന്നി? അതിന് അപ്പാപ്പനാണെങ്കിൽ ഇപ്പൊ സോറി പറഞ്ഞ് അകത്തേക്ക് കയറി വരികയാണ്. അതൊരു സ്റ്റോർ റൂം പോലെ ആയിരിക്കും അദ്ദേഹത്തിന് തോന്നുക. അവിടെയാണെങ്കിൽ പ്രിൻസസിനെ കാണാനില്ല. മറ്റൊരു ഭാഗത്ത് ഒരു കൂട്ടം ലിറ്റിൽ പീപ്പിൾസ് അവരാണെങ്കിൽ കഷ്ടപ്പെട്ട് ആ ഡോർ തുറക്കാൻ നോക്കുകയാണ്. അതേസമയം ഇവിടെ ആ പിങ്ക് വില്ലൻ അവനാണെങ്കിൽ ഫ്രാങ്കിയെ തൂക്കിയെടുത്ത് അച്ചറം പൊച്ചറം ഇട്ട് അലക്കിക്കൊണ്ടേയിരിക്കും. ഇവിടെ ലിറ്റിൽ പീപ്പിൾ ആണെങ്കിൽ പതിയെ പതിയെ ഡോർ തുറക്കുകയാണ്. ആ സമയം ഫ്രാങ്കി പിങ്ക് വില്ലനെ നൈസായിട്ട് കൺവിൻസ് ചെയ്ത് അവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. അതേസമയം ഇവിടെ ആ ഉണ്ട ചേച്ചി അവരാണെങ്കിൽ ഇപ്പൊ ലിറ്റിൽ പീപ്പിൾസിന്റെ അടുത്തേക്ക് വരികയാണ്. നിങ്ങൾ എല്ലാവരും എന്റെ കണ്ണു വെട്ടിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണല്ലേ? ഞാനാണ് ഈ ഫാക്ടറി മാനേജർ. ഒരു കാരണവശാലും എന്നെ പറ്റിച്ച് നിങ്ങൾക്ക് ആർക്കും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ആവില്ല. നിങ്ങൾ എല്ലാവരും എന്റെ അടിമകളാണെന്ന് പറഞ്ഞ് അവൾ ആ വാക്യൂം മെഷീൻ ഓപ്പൺ ചെയ്ത് ഉണ്ടായിരുന്നവരെ എല്ലാവരെയും അതിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കും. അതിനുശേഷം ആ ഡോറിൽ പിടിച്ചിരിക്കുന്നവരെ അവരെയും അവൾ പവർ കൂട്ടി അബ്സോർബ് ചെയ്തെടുക്കാൻ ശ്രമിക്കുകയാണ്. അവരാണെങ്കിൽ ആ വീലിൽ അള്ളി പിടിച്ച് ചെറുതായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ആ വാക്യൂം ക്ലീനറിലേക്ക് അവരും അബ്സോർബ്ഡ് ആവുകയാണ്. പക്ഷെ അപ്പോഴായിരിക്കും മറ്റൊരു വമ്പൻ ട്വിസ്റ്റ്. ആ ചെറിയ ഗ്യാപ്പിലൂടെ ഫ്രാങ്കി അവൻ ആ ഡോർ തള്ളി തുറന്ന് കയറി കഴിഞ്ഞു. ഫ്രാങ്കിയെ കണ്ട് ആ ലേഡി അവൾ ഷോക്കാവും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.